ഹായ് ഹലോ എല്ലാവരും എന്താ പറയുന്നത് സുഖമായിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടേച്ച് വരുമല്ലേ. ഇനി ഇത് ഉണ്ടാക്കിയിട്ടുള്ളവർ വേഗം വന്ന് അഭിപ്രായം പറഞ്ഞേക്കണം. അതോടൊപ്പം തന്നെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കിയും വേണം കേട്ടോ. അപ്പോൾ വാ. ഇന്നത്തെ ഡിന്നർ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. ദേ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ബീഫ് വിരളയാണ് കേട്ടോ. കൂട്ടത്തില് നമ്മുടെ കപ്പ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇതേ ബീഫ് വിരള എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതേ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ബീഫാണിത്. അപ്പൊ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ബീഫിന്റെ കൂടെ 3-4 പീസ് ലിവറും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലും കഷ്ണം ഇടപ്പോണ്. കാരണം ഇടയ്ക്കൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇത് ഞാൻ 3 മീഡിയം സൈസിലുള്ള സവാളയാണ് അരിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് 2 സവാള എടുത്ത് കൂട്ടത്തിൽ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഇട്ടാൽ ടേസ്റ്റ് കൂടും കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കൈവച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബീഫിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടേന്നേ മസാല. അപ്പൊ ശരിക്കും അങ്ങോട്ട് ഇളക്കി കൊടുത്തേക്കുക. ഉപ്പും മഞ്ഞപ്പൊടിയും ഉള്ളിയും എല്ലാം നമ്മുടെ ബീഫിലേക്ക് ശരിക്കും അങ്ങോട്ട് പിടിക്കട്ടേന്നേ. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് കുഴച്ച് ഇളക്കി മറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിനെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് ഓടി വരാം കേട്ടോ. അപ്പൊ നമ്മുടെ കുക്കർ എത്തിപ്പോയിട്ടുണ്ട്. ദേ കുക്കറിലേക്ക് നമ്മളിതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടുപ്പേ വെച്ച് അടുപ്പ് കത്തിക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു അരക്കപ്പോളം വരുന്ന വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് ശരിക്കൊന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളമയോ ഒക്കെ നല്ലതാണ്. നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ വെന്തിറങ്ങുമ്പോൾ തന്നെ അതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങും. എന്നാൽ പോലും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ ഇതേ അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വരണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾക്ക് കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മളിവിടെ പാൻ അങ്ങോട്ട് വെച്ചിട്ട് ഒരു 3-4 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുരുമുളക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുരുമുളകൊക്കെ പെട്ടെന്ന് പൂത്തുപോകും. അതുകൊണ്ട് പൂക്കാതിരിക്കാൻ നല്ല എയർടൈറ്റുള്ള കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കണം. ഇതേ കുരുമുളകിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ജീരകവും കൂടെ, പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കുകയാണ്. കാരണം നന്നായിട്ട് ചൂടായാൽ മാത്രമേ മിക്സിയിൽ പൊടിയുള്ളൂ. കൂട്ടത്തിൽ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മൂക്കണം. തീ കുറഞ്ഞ ഇതിലേ വെക്കാവുള്ളൂ. അതിനുശേഷം നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മളതിൻ്റെ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഒരു 3-4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. അതെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 വിസിൽ വന്നതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇട്ടിരുന്നു വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ സമയം ബീഫ് വേവാൻ വേണ്ടി കൊടുക്കാൻ. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാനൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. അതോടൊപ്പം തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും വരുന്നത്. ഒരുവിധമുള്ള എല്ലാവർക്കും ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ല്. അപ്പോൾ അത് 3-4 മിനിറ്റ് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതെ മൂത്തൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാനൊരു വലിയ തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എടുക്കണം. വലിയ തക്കാളിയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം തന്നെ ധാരാളമാണ്. അപ്പോൾ ശരിക്കും ഒരു 2 മിനിറ്റോളം ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ചിരുന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടപ്പെടുത്തതേ അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കുറഞ്ഞ തീയിലാണ് വെച്ചേക്കേണ്ടത്. 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി വെന്ത് വന്ന് കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിരുന്ന പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും അതിനകത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ അധിക സമയമൊന്നും ഇട്ടേക്കണ്ട. എന്നാലും നമ്മുടെ ഉള്ളിയിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് കുറഞ്ഞ തീ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ദേ ഇപ്പം കണ്ടില്ലേ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ മസാലയുടെ മണവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതിൻ്റെ മണവും ഒക്കെ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ബീഫ്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ മസാലയെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി കൂടെയാണ്. ആ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ആ കുക്കർ ഒന്നും കൂടെ ഒന്ന് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് കറക്കിയെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മസാലയെല്ലാം ബീഫിലേക്ക് പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കാം. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊരു 1-2 മിനിറ്റ് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കാരണം ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ അതിൻ്റെ ചാറൊക്കെ പറ്റി വരുന്നുണ്ട്. ചാറ് പറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കുറച്ച് സമയം കൂടെ, കാരണം കൂടുതൽ ചാറൊന്നും നമുക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് സമയം കൂടെ ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫൈനായിട്ടിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ചാറൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമ്മളിത് കൂടുതൽ സമയം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചാറ് വറ്റി പോവുകയും ചെയ്യും. കാരണം ഇത് നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു 10 മിനിറ്റെങ്കിലും കഴിയാതെ ഇതെടുക്കത്തില്ലല്ലോ. ആ തിളച്ച പരുവത്തിൽ നമ്മൾ എടുക്കത്തില്ലല്ലോ. കാരണം ഇരുന്ന് കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടും, ചാറ് വറ്റിക്കൊണ്ടേയിരിക്കും. തണുത്ത് വരുമ്പം ചാറ് ശരിക്കും കുറുകും. ആ സമയം കൊണ്ട് നമ്മുടെ ചട്ടി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പാൻ അങ്ങോട്ട് വെച്ച് കൊടുത്ത് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു സ്പൂണോളം വരുന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. നമുക്കിതിൽ വറുത്ത് ഒഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കൂട്ടത്തിലൊരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഈ കടുക് വറുക്കാനൊക്കെ ചെയ്യുന്ന പോലെ ഇതിൽ കടുക് ഇടുന്നില്ല. അതിന് പകരം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മുടെ വറുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം തവി വെച്ച്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇരുന്നപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ചാറ് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഏതായാലും ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എൻ്റെ ചാറൊക്കെ ഇരുന്ന് പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് എടുക്കാതെ നമ്മൾ നാളെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിലും അധികമായി ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നൈറ്റ് കപ്പയുടെ കൂടെ അടിപൊളി സംഭവമാണിത്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്തേക്കണേ മക്കളെ. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡിയാണ്. എൻ്റെ കൂട്ടുകാരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. അച്ചാച്ചന് കൊടുത്തിട്ടുണ്ട്. അച്ചാച്ചൻ ടേസ്റ്റ് നോക്കിയതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.